ക്യാൻഡിൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ. വാക്സിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം പരുവപ്പെടുത്തി എടുക്കേണ്ടത് ക്ലേ ആണ്. പെട്ടെന്നുള്ള ആവശ്യത്തിനായതുകൊണ്ട് തന്നെ വെള്ളം കുടഞ്ഞൊന്ന് കുതിർത്തിട്ടാണ് കേട്ടാ കുഴച്ചെടുക്കുന്നത്. സെറ്റ് ആക്കിയ ക്ലേ നമ്മളൊരു കോൺ പോലൊക്കെ ആക്കി എടുക്കുവാണ് കേട്ടോ. ഈ കോണിന്റെ പുറത്തേക്ക് ആവശ്യത്തിന് ഓയിൽ തേച്ച് മാറ്റി വെച്ച് ഒരു പഴയ സ്പൂൺ എടുത്തിട്ടേ ഞാൻ പോലൊന്ന് വരച്ച് ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്തങ്ങ് എടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ പിടിച്ചാലേ ന്യായാകുമല്ലോ കേട്ടോ. ഇപ്പൊ ദാ പോലെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താണ് കേട്ടോ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓരോ ഇതളുകൾക്കും ഓരോരോ വരകൾ വീതം കുറച്ചും കൂടി ഡീറ്റെയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് സിലിക്കൺ ട്യൂബ് വെച്ചിട്ടാണ് കേട്ടോ മോൾഡ് ഉണ്ടാക്കാൻ പോകുന്നത്. സെക്കൻഡ് ലെയർ സിലിക്കൺ ഇട്ടപ്പോഴേ നമ്മുടെ ഡ്രസ് ചെയ്യണ ക്ലോത്തും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തിനാന്നാ റിലീസ് ചെയ്യുമ്പോൾ പരുക്ക് പറ്റാതിരിക്കാൻ. ന്യൂസ് പേപ്പർ ഒന്ന് ചുറ്റി പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മദർ മോൾഡ് എടുക്കാനായിട്ടാ. ഇതിലും ക്ലോത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിന് മാത്രമല്ല അമ്മയ്ക്കും പരുക്ക് പറ്റാതിരിക്കട്ടെ. മദർ മോൾഡിൽ നിന്നും മോൾഡിൽ നിന്നും നമ്മുടെ ക്ലേ അങ്ങോട്ട് റിലീസ് ചെയ്തിട്ടേ മെഴുകുതിരിയും ക്രയോൺസും കൂടി ഇട്ടാണ് കേട്ടോ ഒരുക്കണത്. മോൾഡിലേക്ക് ഒരു നൂല് കോർത്ത് അറ്റത്തൊരു ഈർക്കിലും കൂടി കെട്ടി വെച്ചിട്ട് വേണം നമ്മുടെ വാക്സ് കാസ്റ്റിംഗ് കയ്യിലും കാലിലൊക്കെ വീഴാതെ സൂക്ഷിച്ച് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ന്യൂ ഇയർ ക്യാൻഡിൽ അങ്ങോട്ട് റിലീസ് ചെയ്യാവേ. അയ്യോ നമ്മുടെ ഗ്രീൻ കളർ ഇവിടെ പോയെന്ന് ഒരു പിടിയില്ല കേട്ടാ. മഞ്ഞ കളർ നോക്കേ നമ്മുടെ മെഴുകുതിരിയുടെ കോലം. ശരിക്കില്ല നമ്മൾ പ്രതീക്ഷിച്ച കംപ്ലീറ്റ് ഗ്രീൻ കളർ ആയിരുന്നു കേട്ടാ. ഇപ്പത്തെ കളറുകളെല്ലാം അടിയിൽ അടിഞ്ഞു പോയി. മുകളിലാണെന്ന് മാത്രം. ഇതുപോലുള്ള അല്ല നല്ല വെറൈറ്റി ക്യാൻഡിൽസ് വേണമെങ്കിൽ ഇത് എല്ലാത്തിന്റെയും ലിങ്ക് മേളിൽ കിടപ്പുണ്ട് കേട്ടാ. ഒപ്പം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിന്റെ റബ്ബർ മോൾഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരെണ്ണത്തിന്റെ പ്രശ്നം വരത്തുള്ള കേട്ടാ. അടുത്ത നമുക്ക് കറക്റ്റ് കളർ ഒപ്പിച്ചെടുക്കാതെ തീ കത്തിച്ചപ്പോ കൊള്ളാം അല്ലേ. ശരിക്കും കളർ ഒഴിച്ച് ബാക്കി എല്ലാം അടിപൊളിയാണ്.